السلام عليكم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ മഗ്‌രിബിന് ശേഷമായിരിക്കും എൻ്റെ അവസരം. അങ്ങനെ എന്നോട് ചിലരൊക്കെ പറയും ചെയ്തു. അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സ്റ്റേജിൽ ഞാൻ വരുമ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാന്യ അധ്യക്ഷൻ്റെ അനുജൻ, കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും നിദ്വത്തുൽ മുജാഹിദീൻ്റെ സെക്രട്ടറിമാരുടെ പല വകുപ്പുകളും ഏറ്റെടുത്തിരുന്ന അദ്ദേഹവുമായ ജനാബ് PK അലി അബ്ദുൾ റസാഖ് മൗലവിയുടെ കൂടെ, അഹമ്മദ് അലി മൗലവിയുടെ കൂടെ പങ്കിട്ടതുപോലെ പങ്കിട്ട ഓർമ്മ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. സംഘടനാ രംഗത്ത് വിഷമകരമായ അവസ്ഥകളൊക്കെ വരുമ്പോൾ ശക്തമായ നേതൃത്വം അദ്ദേഹം നിർവഹിക്കുകയും വമ്പിച്ച മുതൽക്കൂട്ട് സംഘടനക്കുണ്ടാക്കുകയും ചെയ്തൊരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അഹമ്മദ് അലി മൗലവിയുടെ കൂടെ വന്നതുകൊണ്ട് അങ്ങനെ അനുസ്മരിച്ചു പോയതാണ്. ജമിയത്തുൽ ഉലമയുടെ മെസ്സേജ്, എന്തിനാണ് ജമിയത്ത്, എപ്പോഴാണ് അതുണ്ടായത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നീ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവിടെ പല പ്രസംഗങ്ങളിലും കുറേശ്ശെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ജമിയത്ത് ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് കേരള നാട്ടിൽ ഒരു സംഘടനയും ഇല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. 1924 സംഭവം. ആലുവ മണപ്പുറത്ത് വെച്ചിട്ടാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനു മുമ്പ് മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു, നാട്ടിലെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് പഠന വിധേയമാക്കുന്ന ഒരാൾക്ക് ഇതിന്റെ നാടും അതിന്റെ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാമിനൊരു തത്വമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യം, കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരിട്ട് നടത്തുന്ന, കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന 2 സ്ഥാപനങ്ങളിലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഞങ്ങളുടെ പ്രിയങ്കരായ മക്കള് ഇവിടെ ഉയർന്ന് പഠിക്കുകയും നിങ്ങളോടൊപ്പം ഈ സദസ്സിൽ അവരെ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം. എന്തുകൊണ്ടെന്നാൽ ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിനുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് മുസ്ലിം പണ്ഡിതന്മാര് എത്തിച്ചേർന്നത്, മുവഹിദുകൾ എത്തിച്ചേർന്നത് വല്ലാത്തൊരവസരത്തിലാണ്. ഇവിടെ ഇല്ലാത്ത തോന്നിയാസങ്ങളൊന്നുമില്ലാത്ത ഒരു സന്ദർഭമാണത്. മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ കുടിപ്പക കൊണ്ട് ഇടങ്ങറായ കാലാണ്. അതുകൊണ്ടാണ് ഐക്യസംഘം ഉണ്ടാക്കിയത്. കൊടുങ്ങല്ലൂരിലെ മുതലാളിമാരും അവരോട് പിൻപറ്റിയ ആൾക്കാരും തമ്മിൽ
നല്ല നടപ്പ് നടന്ന് സ്നേഹത്തിൽ കഴിയണമെന്നേ അന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഇതൊരു നല്ല കാര്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേരളം ഒട്ടുക്കും അത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും അത് വികസിപ്പിക്കുകയും ചെയ്തത്. ആ സംഘടന അതിനൊരു പാകമാവുകയും അതിൽ പ്രവർത്തിച്ച മഹാരഥന്മാരുടെ പ്രവർത്തന ഫലമായി കേരളത്തിലെ ഇസ്ലാഹി ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ആലോചിച്ച് പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക ചെയ്തത്. നിങ്ങൾ കേട്ടല്ലോ, അഹമ്മദ് അലി സാഹിബ് ഇവിടെ പറഞ്ഞത് എന്തിനാ രൂപീകരിക്കുന്നത്, ഇവിടെ എന്താ ആവശ്യം? നമ്മൾ ആരാന്നരങ്ങള് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ചരിത്രവും ശ്രദ്ധയും നമ്മോടൊപ്പം തിരിഞ്ഞൊരു നേരത്താണ്. ലോകത്തെ ഇസ്ലാഹി സംഘടനകളിലും നേതൃത്വത്തിലും ഇത്രയധികം മെമ്പർഷിപ്പുള്ള ഒരു സംഘടന ലോകത്തെവിടെയുമില്ല. കാരണം ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസിന് 3 കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. അത്രക്ക് ഇസ്ലാഹി രംഗത്ത് വളരെ ഉയർന്നു നിൽക്കുന്നു നമ്മൾ. സകല ജാതിക്കാരും മതക്കാരും മതവിമർശകരും എല്ലാവിധ ഇസ്ലാമിന്റെ വിരോധികളുമുള്ള ഒരു നാട്ടിലാണ് ഇസ്ലാമികമായി ഇത്ര വളർച്ചയും പുരോഗതിയും ഉണ്ടായിത്തീർന്നത്. കേവലം അതിന്റെ ഒരു ശാഖ മാത്രമാണ് കേരള ജമിയത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ. ഞാൻ പറയാൻ കാരണം അന്നുള്ള സ്ഥിതി. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ എന്റെ സമയം അരമണിക്കൂറാണ്, അത് വേറെ കാര്യം. ആവർത്തന വിരസത തോന്നരുത്, പെട്ടെന്ന് നിർത്തി ബുദ്ധിമുട്ടാക്കാനും പറയരുത്. 1-2 കാര്യം പറയട്ടെ. മുസ്ലിമീങ്ങളുടെ സ്ഥിതി പറഞ്ഞ ഞാൻ ടി.പി. പറഞ്ഞാതിരി ഒരു ഖുറാഫിയായി വളർന്ന് അങ്ങനെ ജീവിച്ചാണ്. എന്റെ നാട്ടില് മദ്രസയിൽ പഠിക്കുന്ന കാലത്താണ് വസൂരിണ്ടായി കുറെ ആൾക്കാർ മരിച്ചത്. 2 മനുഷ്യന്മാരെ കൊടിയത്തൂർ പ്രദേശത്ത് വസൂരിണ്ടായി സുഖമായ ആളുണ്ട്. അതുകൊണ്ട് എല്ലാ പണിയും അവർക്കാണ്. ഇയാളെ വരെ പരിരക്ഷിക്കലും നോക്കലും മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും മയ്യത്ത് കൊണ്ടുപോകലും നമസ്കരിക്കലും ഖബറ് വെട്ടലും മരമാടലും ഒക്കെ. എല്ലാം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് പുറത്തിറങ്ങും. എന്നിട്ട് അവര് യാറത്തിങ്ങനെ ഒരു കൊടിയെടുത്തിട്ട് നാട്ടിലിങ്ങനെ ഊരു ചുറ്റും. അപ്പൊ ചൊല്ലിയൊരു ബെയ്ത്തുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ മാരകമായി പടർന്നു പിടിച്ച ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ എന്നെ രക്ഷപ്പെടുത്താൻ 5 പേരുണ്ട്. ആരാണത്? അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു, അവരെല്ലാവരുടെയും പ്രിയങ്കരായ മക്കളും ഹസനും ഹുസൈനും ഫാത്തിമയും ഉണ്ട് എനിക്ക് എന്ന് ഷിയാക്കൾ പാടി നടന്നതാണ്. സുന്നികളായ മുസ്ലിമീങ്ങളായ കേരളത്തിലെ ആൾക്കാർ പാടി നടന്ന് ഈ പകർച്ചവ്യാധിക്കെതിരെ പ്രതികരിച്ച് അന്നാണ് പണ്ഡിതന്മാർ പറയാൻ തുടങ്ങിയത്, നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കണം, തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ, രോഗത്തിന് ചികിത്സിക്കൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അതിനുള്ള വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവിടുന്ന് പോരാണ് മുസ്ലിമീങ്ങൾ. ഇത് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളർന്നു വരുമ്പോണ്ടാകുന്ന ദോഷം പറയുമ്പോൾ പൊന്നും കുട്ടികളെ ഇഷ്ടപ്പെടാകരുത്, ദേഷ്യം തോന്നരുത്. ഇത് മനസ്സിലാക്കിയാൽ മതിയാവും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലേ? ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാമിന്റെ കെട്ടുറപ്പും ഭദ്രതയും ക്രമേണയായി ഇല്ലാതായി നശിക്കുക എപ്പോഴാണ്? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വളർന്നു വരാതിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യത്ത് കഴിഞ്ഞതിന് ശേഷം വളർന്നു വരുന്നവർ എല്ലാം കാണുമ്പോൾ സുന്ദരം. ഞങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളിവിടെ ഒരുങ്ങിയിരിക്കുക, കസാല റെഡിയാണ്, മൈക്ക് റെഡിയാണ്, സൽക്കാരം കൂടുതലുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ സെയ്ദ് മൗലവിയും കെ ജമാലുദ്ദീൻ മൗലവിയും KP മുഹമ്മദ് മൗലവിയും പോലുള്ള KM മൗലവി പോലുള്ള ആൾക്കാര് പ്രസംഗിക്കാൻ പോയാൽ അങ്ങനെയല്ല. അവരാളുണ്ടാക്കും, അവരൊച്ചടും, എന്നിട്ട് അവരൊരു ഇറയത്ത് കയറി എന്ന് ഉറക്കെ കൂവും. ഇതെങ്ങനൊന്ന് പറയാണ്ട്, ഇതൊന്ന് കേൾക്കിങ്ങള്. അതിൻ്റെ ഇടയ്ക്ക് അടി വരും, ഏറ് വരും, ചീത്ത വെളിയുണ്ടാകും. അമുസ്ലിമീങ്ങളാണ് പലപ്പോഴും രക്ഷപ്പെടുത്തല്. ഇങ്ങനെയാണ് കുട്ടികളെ ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. മുസ്ലിം പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞവൻ പറയില്ല. ഞാൻ ഒരു മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ പേര് പറയിലോടെന്ന് പറഞ്ഞല്ലോ. ഭർത്താവിന്റെ പേര് മുഹമ്മദ് ആണെന്ന് പറഞ്ഞാല് തലാഖാന്ന് അവള് വിചാരിക്കല്.
അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി എന്താ ഇത്ര പറയാന്, അതിലൊരു കഥയുണ്ട്. പിന്നെ മൊയ്തു മൗലവി അദ്ദേഹത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചിന്ത എഴുതി, പിന്നെ ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് മദിരാശി പോയി പണമയച്ചു. അതുമായി പോസ്റ്റ്മാൻ വന്നപ്പോ ഓള് വാങ്ങാൻ വേണ്ടി ഭർത്താവിന്റെ പേര് ചോദിച്ചു. അയാൾ പേരോള് പറഞ്ഞില്ല, എന്തായാലും കെട്ടിയോനെന്നേ ഓള് പറയുള്ളൂ, അല്ലെങ്കിൽ പുതിയാപ്പിളാന്നേ പറയുള്ളൂ. അങ്ങനെ ഇടങ്ങറായപ്പോ ഇയാള് പറഞ്ഞു ഞാൻ ഇത് പണം മടക്കിയാക്കും. അപ്പൊ ബുദ്ധിയുള്ള പെണ്ണ് വളരെ ആലോചിച്ചിട്ട് ബേജാറോടുകൂടി പറഞ്ഞ് 50 കൂട്ടിയിട്ട് ദീന് നയമ ചേർത്തിയാ മതി. അപ്പോ നിങ്ങൾക്ക് എന്തിനാ ഇത് പറയുന്നത്? നിങ്ങൾ കേൾക്കണോ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി അറിയാമോ? അദ്ദേഹത്തിന്റെ മകന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാ. എന്തേ? മൂപ്പര ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ പേര് വിളിപ്പിക്കാനിട്ട പണിയാണ്. ഈ രൂപത്തിൽ ആ മുസ്ലിമീങ്ങൾ നേരത്തെ ഉള്ളത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ആൾക്കാർക്ക് തൗഹീദ് മനസ്സിലായി കൊടുത്തു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിന്റെ അടുക്ക രക്ഷപ്പെടുന്ന മാർഗത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കേരള നദുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ AP അബ്ദുൽ ഖാദർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പറയാണ്, ഞാൻ 72 ഹജ്ജിന് പോയപ്പോ കപ്പലില പോയത്. ആദ്യമായി ഹറമിലെത്തി ഉംറ ചെയ്ത് തവാഫ് കഴിഞ്ഞിട്ട് അതിന്റെ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് ഞാൻ ദ്വാരുന്നത്, അള്ളാഹുവേ, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനായി തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്നായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ദൗത്യാണ് നാം ഏറ്റെടുത്തത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതിനാണ് ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ പ്രബോധനം ജമിയത്തുൽ ഉലമ നടത്തി, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിച്ചു. ആ ശ്രമം കേരളത്തെ എല്ലാ രൂപത്തിലും വളർത്തി. മദ്രസ പ്രസ്ഥാനം നിലവിൽ വന്നു. നിങ്ങൾക്കറിയാലോ, നമുക്കിപ്പോ കേട്ടാല് അർപ്പ് തോന്നൂലേ? അത് പറഞ്ഞ മൗലവിമാർക്ക് അർപ്പ് തോന്നൂലേ? കാരണം കുട്ടികളെ പഠിപ്പിക്കല് കറാഹത്തും ദീന് വിരോധിച്ചതുമാണ് എന്ന് എഴുതി വിറ്റ പുസ്തകം ഇപ്പോഴും അവർ വിൽപ്പന നടത്തുന്നു. അതേസമയത്ത് വനിതാ കോളേജുകൾ അവര് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അത്രക്ക് അവരെ ഉന്നതിയിലേക്ക് ഉയർത്തിയത് ആരാണ്? മുജാഹിദുകളാണ്, തൗഹീദി പണ്ഡിതന്മാരാണ്, ജമിയത്തിന്റെയും അതിന്റെ ഘടകങ്ങളുമായ സംഘടനകളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ വെറുതെ പറയില്ല. ഞാന് ഒരു വളരെ ഖുറാഫിയായ ഒരു മനുഷ്യന്റെ അനുഭവം അദ്ദേഹവുമായി പങ്കിട്ട് ഞാൻ നേരിട്ട് ഒരു നിക്കാഹിന്റെ സദസ്സിൽ ഞങ്ങൾ പങ്കെടുത്തു. പുതിയാപ്പള വരാൻ അല്പ താമസമുണ്ട്. അപ്പൊ ഞങ്ങൾ നാട്ടു വിഷയം പറഞ്ഞു. ഒരരിക്ക പോയിരുന്നിട്ട് അദ്ദേഹം പേരെടുത്ത ഖുറാഫിയാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അന്ന് ദൗർഭാഗ്യവശാലുള്ള മുജാഹിദുകളിലുള്ള ഭിന്നിപ്പ് അങ്ങനെ പ്രസവ വേദനയിലാണ്. എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത വാറോലുകള്, നോട്ടീസുകള്, അങ്ങനെ നിങ്ങൾക്കറിയാലോ സെലിസുൽ ബൗരു എന്നൊക്കെ പറഞ്ഞിട്ട് സെൽസബീലിനെ പുച്ഛിച്ചുകൊണ്ട് ഈ പിരിഞ്ഞു പോയവർ എഴുതി ഉണ്ടാക്കി അങ്ങനെ AP അബ്ദുൽ ഖാദർ മൗലവിനെ വളരെ കൊച്ചാക്കുന്ന രൂപത്തിലൊക്കെ പലയാതി കാർട്ടൂണുകളായി വന്ന ആ സന്ദർഭത്തിൽ ഇത് കണ്ട് ബേജാറായ ആ മനുഷ്യൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എഴുന്നേറ്റ് നിന്നിട്ട് എന്നെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, മദനി, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ. നിങ്ങൾ തന്നെ മുജാഹിദുകൾ ഭിന്നിക്കരുത്. നിങ്ങൾ ഭിന്നിച്ചാൽ ഞങ്ങൾ ബിംബാരാധന നിർത്തൂല മദനി. എന്റെ ആ സുഹൃത്തിന്റെ വാചകം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ നീ ഇത് വേടെ പറഞ്ഞു വിത്തന ഉണ്ടാക്കാനല്ല പറഞ്ഞത്. ഒരു വേദന നിങ്ങളുമായി പങ്കിടുകയാണ്. ഒരു മനുഷ്യന്റെ വേദന. അദ്ദേഹം നമ്മുടെ ആശയക്കാരനല്ല. അത്രക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ആവശ്യമുണ്ട് ജനങ്ങൾക്ക് എന്നത് നമുക്ക് മനസ്സിലായിത്തീരാണ്. അങ്ങനെ മദ്രസകൾ ഉണ്ടായി, ദീനീ വിദ്യാഭ്യാസം ഉണ്ടായി, സ്കൂളിലേക്ക് സമൂഹത്തെ പഠിപ്പിച്ചു, കോളേജുകൾ ഉണ്ടാക്കി. അങ്ങനെ കോളേജുകൾ ഉണ്ടാക്കി, പള്ളി ദർസുകളേക്ക് തുല്യമായി കോളേജുകൾ ഉണ്ടാക്കി. ആ കോളേജുകളിൽ നിന്ന് പുറത്തു വന്നവരാണ് നമ്മുടെ നോക്കുകൾ വന്യവയോധികനായ നമ്മുടെ ഈ പ്രസിഡന്റ്. 80 പിന്നിട്ട അദ്ദേഹം മദീനത്തുൽ അറബി കോളേജിന്റെ സന്തതിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ ഇരിക്കുന്ന പ്രസിഡന്റ് അബ്ദുള്ള കോയ മദനി. നിങ്ങൾ ആലോചിച്ചു എത്ര പ്രായമുണ്ടവർക്ക് രണ്ടാൾക്കും. എന്നാൽ അവർ രണ്ടുപേരും മദീനത്തുൽ അറബി കോളേജിന്റെ സന്തതികളാണ്. ഞാൻ മദീനത്തുൽ അറബി കോളേജിന്റെ എന്ന് പറഞ്ഞത് അറബി കോളേജ് നിലവിൽ വരികയും
അതിലൂടെ പ്രബോധകന്മാര് രംഗത്തിറക്കുകയും ചെയ്തത് ജമിയത്തിന്റെ ഈ പ്രവർത്തനം കൊണ്ടാണ്. ജമിയത്ത് നേരിട്ട് നടത്തുന്ന ഒരു വലിയ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ മദീനത്തുൽ അറബി കോളേജ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രൂപത്തിലുള്ള അധ്വാനവും പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടന്നു. മാത്രവുമല്ല, വിദ്യാഭ്യാസ രംഗത്ത് സർവ്വരൂപത്തിലും മുസ്ലിമീങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. മുസ്ലിമീങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് കൂടുതൽ മാർക്കും വിജയവും ഉണ്ടായപ്പോൾ നമ്മുടെ എതിരാളികൾ എത്ര വരെ പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ നിന്ന് ഉയർന്ന മാർക്ക് നൽകുന്ന കുട്ടികളൊക്കെ കോപ്പി അടിച്ച് വരികയാണെന്ന്. ഒരു പേരെടുത്ത രാഷ്ട്രീയ നേതാവിന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞെങ്കിൽ കേട്ടില്ലേ? അപ്പൊ അത്രക്ക് വളർന്നു വരാൻ അടിയിൽ പണിയെടുത്തിട്ടുള്ളത് ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകമായി അതിന്റെ മാർഗദർശനം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന 950 രൂപീകൃതമായ കേരള നദ്വത്തുൽ മുജാഹിദീനുമാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ തന്നെ അറബി ഭാഷ പഠിപ്പിക്കുക വളർന്നു വരുന്ന തലമുറക്ക്. ആ പഠിപ്പിച്ചതിന്റെ മെച്ചമാണ് നമുക്ക് പലപ്പോഴും കുട്ടികളെ ഈ രൂപത്തിൽ അയക്കാൻ സാധിച്ചത്. ഖുർആനും ഹദീസും പഠിക്കുക, ഖുർആൻ ക്ലാസുകൾ. എന്തായിരുന്നു സ്ഥിതി പണ്ട്? നമ്മുടെ ഒരു ഖുർആൻ ക്ലാസിനെ പറ്റി കേരളത്തിൽ ആദ്യമായി ഖുർആനിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തിയത് NV അബ്ദുസ്സലാം മൗലവിയും AK അബ്ദുൽ ലത്തീഫ് മൗലവി റഹിമഹുല്ലാ. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് NV അബ്ദുസ്സലാം മൗലവി. അതിന്റെ മറ്റൊരു പിന്നീട് വന്ന സെക്രട്ടറിയാണ് AK അബ്ദുൽ ലത്തീഫ് മൗലവി. അവർ രണ്ടാളും കോഴിക്കോടും അരീക്കോടും ഖുർആൻ പഠിപ്പിച്ചതിന്റെ ഫലം, ആ രണ്ട് പ്രദേശത്തിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങള്, അതിന്റെ പരിസരത്ത് അതിനാലുണ്ടായി തീർന്ന പ്രകാശങ്ങള് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഭാര്യയും ഭർത്താവും മക്കളും ശമ്പളം വാങ്ങുകയും ഉയർന്ന ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ഒരു ഗ്രാമം സത്യത്തിൽ ഇന്ന് കേരളത്തിൽ അരീക്കോടിനെ കവച്ചു വെക്കാൻ വേറല്ല. അത് വെറുതെ ഉണ്ടായതല്ല, ഈ ഒരു മഹിമ കൊണ്ടുണ്ടായതാണ്. കോഴിക്കോട് കേന്ദ്രമായിക്കൊണ്ട് വലിയ സംവാദങ്ങൾ നടന്നു. ഖുർആനും സുന്നത്തും ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കൽ തുടങ്ങിയപ്പോഴേക്ക് മുസ്ലിയാക്കന്മാര് ഹാലിടക്കി. അവരെല്ലാ നിലക്കും അതിനെ എതിർത്തു. നിങ്ങൾക്കറിയോ, സുന്നത്തും ബിദ്അത്തും എന്ന വിഷയം പ്രസംഗിച്ച അലവി മൗലവിയുടെ വാക്കുകൾ കേട്ട് ആകർഷിക്കപ്പെട്ട ഒരു സമൂഹത്തിലുണ്ടായ മാറ്റം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അറുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ ചെയ്യും പോലെ നമ്മളൊരു ഉപദ്രവം ചെയ്യാതെ വേറെ കുത്തിരുന്നാൽ എന്താ ചെയ്യും? ഇത് സുന്നത്തിന്നത് ബിദ്അത്തിന്നത്. അപ്പൊ ഇന്ന് ചെയ്ത തിന്മകൾ ഉപേക്ഷിക്കണം എന്നങ്ങോട്ട് പറയുമ്പം അത് അലവി മൗലവിയുടെ ശബ്ദത്തെ പറ്റി കേട്ട വൃദ്ധന്മാരായ ആൾക്കാരോട് ചോദിച്ചു വേണ്ടി അതിന്റെ ആകർഷകത്വവും അതിന്റെ ഗാംഭീര്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന്. അത് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു കേട്ടത് ഭക്ഷണത്തിന് നിറഞ്ഞാൽ കൊണ്ടുപോയത്. ഉറപ്പാണോ കുട്ടികളെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഭക്ഷണം തരാതെ? കൊല്ലാനാന്നാ പറഞ്ഞപ്പോ അങ്ങനെ തീരുമാനിച്ചോ? എന്നാ എനിക്കൊരു ചെറിയ കാര്യമുണ്ട്. എന്തേ? എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം നൽകണം, വുളു കൊടുക്കണേ എന്ന് പറയുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പോലീസ് ജീപ്പ് പറന്നു വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് കുട്ടികളെ എന്ന് മനസ്സിലാക്കാനാണ്. ജമിയത്തുൽ ഉലമായുടെ സ്ഥാപകന്മാരിൽപ്പെട്ട ഒരാളാണ് അലവി മൗലവി. അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷ. നിങ്ങൾ ആലോചിച്ചു, ഖുർആൻ പരിഭാഷ എങ്ങനെ ഉണ്ടായിത്തീർന്നു? ഖുർആൻ ക്ലാസ്സിലാക്കുക, ഞങ്ങള് അത് എഴുതി കൊടുക്കലാണ്. പിഞ്ഞാണത്തിൽ നാം മൗലവിമാർ പറഞ്ഞിനി. ഇപ്പോൾ ദശദിന ഖുർആൻ വാർഷിക ദശദിനത്തിൽ കുറഞ്ഞ ഏർപ്പാടല്ല ഖുർആനെ പറ്റി. അപ്പോഴും ഒരു ചെറുക്ക് പറയും. അവിടേക്കാണ് അവരെത്തിച്ചേർന്ന്. അത്രക്ക് സമൂഹത്തെ ഖുർആനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അങ്ങനെ ആദ്യമായി ഖുർആൻ പരിഭാഷ എഴുതിയ മനുഷ്യന് കാഫിർ എന്ന പേരാണ് തലശ്ശേരി നൽകിയത്. മായിൻ എളയ എന്ന മനുഷ്യനെ കാഫിർ മായിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞിട്ടത് 2 കാരണമാണ് അതിന്. ഒന്ന്, അദ്ദേഹം ഖുർആൻ പരിഭാഷപ്പെടുത്തി. മറ്റൊന്ന്, അദ്ദേഹം മുടി നീട്ടി. മുടി നീട്ടിയ ആള് കാഫിറാണ്, കാലാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് പോന്ന് നമ്മൾ എവിടെ എത്തിയത്? ഇന്ന് മുസ്ലിംകൾ എവിടെ എത്തിയെന്നും എത്ര ഖുർആൻ പരിഭാഷകൾ ഉണ്ട് എന്നും നോക്കണം. അതേസമയം ഇന്നും വിൽക്കപ്പെടുന്നു തഹ്ദീറുൽ ഇഖ്വാനി ആൻ തർജുമത്തുൽ ഖുർആനി. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങളെ തടയുന്ന കിതാബ് എന്നതിന്റെ പേര്. അതേസമയം അത്രക്ക് പുരോഗതിപ്പെട്ടു. നമ്മുടെ
ഈ ഖുർആൻ പരിഭാഷയുടെ കഥ നിങ്ങൾക്കറിയാം. അത് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ ഒരു മാർഗവുമില്ലാതെ പണ്ഡിതന്മാർ അങ്ങേയറ്റം വിഷമിച്ചു, KNM-ഉം ജമിയത്തും. അപ്പോഴാണ് അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അദ്ദേഹവും KMC സാഹിബൊക്കെ ചെയ്തത്. അദ്ദേഹം ഹൈദരാബാദിലെ നൈസാമിനെ പോയി കണ്ടു. അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം വലിയ ഒരു സംഖ്യ ഈ പരിഭാഷയ്ക്ക് വേണ്ടി അന്നത്തെ രാജാവല്ലേ ഓഫർ ചെയ്തു. പക്ഷേ മുസ്ലിംകളുടെ വിരോധികൾ, അബ്ദുറഹ്മാൻ സാഹിബിന്റെ വിരോധികൾ, മുസ്ലിങ്ങളുടെ വിരോധികൾ അവിടെ പോയി അത് മുടക്കുകയും മേഷരി പറഞ്ഞ് മുടക്കുകയുമാണ് ഉണ്ടായത്. ആ രൂപത്തിൽ വളർന്ന് അതിജയിച്ച് മുന്നോട്ട് പോയി. ഇന്ന് ഖുർആൻ പരിഭാഷകൾ യഥാർത്ഥ സലഫി മന്നജടിസ്ഥാനത്തിൽ എഴുതി ജനങ്ങളുടെ മുന്നിൽ കൈകളിലെത്തി. എതിരാളികൾ പോലും അത് ഏറ്റുവാങ്ങി. അവിടേക്ക് വളരുന്നിടത്ത് കേരള ജമിയത്തുൽ ഉലമ അതിന്റെ തുടക്കം കുറിക്കുകയും ആ പ്രവർത്തനങ്ങൾ സദാ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിന് സ്വീകരിച്ച മാർഗം എന്താണ്? സലഫിന്റെ മാർഗമാണ്. എന്താ സലഫിന്റെ മാർഗം? സലഫിന്റെ മാർഗം തന്നെ ഖുർആനും ഹദീസിനും അർത്ഥം പറയുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും നാം സ്വീകരിക്കേണ്ട മര്യാദകൾ സലഫിന്റെ ഇത് അവതരിക്കുന്ന നേരത്തുണ്ടായ സംഭവവികാസങ്ങളും അതിന്റെ പശ്ചാത്തലവും മനസ്സിലാക്കി വേണം അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാനെന്നും ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ ആശയം കണ്ടു വിട്ടപ്പോൾ ആൾക്കാർ വെറുതെ വിട്ടില്ല, ശക്തമായി എതിർത്തു. എവിടെ നിന്ന് പ്രസംഗിച്ചാലും ഉടനെ വെല്ലുവിളിയായി. ഈ വെല്ലുവിളിയൊക്കെ ഉണ്ടാകുന്ന ദോഷം ചിലപ്പോൾ കയ്യേറ്റമാകും, ചിലപ്പോൾ വാദപ്രതിവാദങ്ങളുടെ വ്യവസ്ഥയാകും, ചിലപ്പോൾ ഗണ്ണന പ്രസംഗങ്ങളാകും. പേരെടുത്ത ഗണ്ണന പ്രസംഗങ്ങൾ, പൂനൂര് വാദപ്രതിവാദം, പരപ്പനങ്ങാടി വാദപ്രതിവാദം, കൊടിയത്തൂര് വാദപ്രതിവാദം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുൻഗാമികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം കോഴിക്കോട് കേന്ദ്രമായി കൊണ്ട് കുറ്റിച്ചിറ വെച്ച് ലോക ചരിത്രത്തിൽ ദീൻ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ 12 ദിവസം നീണ്ടുനിന്ന 4 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് 12 ദിവസം നീണ്ടുനിന്ന ഒരു വാദപ്രതിവാദം ലോക ചരിത്രത്തിൽ തന്നെ സത്യത്തിൽ ഉണ്ടാവുകയില്ല. അത് കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ഭരണമില്ലാത്ത കേരളത്തിൽ, ധാരാളക്കണക്കിലുള്ള അമുസ്ലിമീങ്ങൾ തിങ്ങിക്കൂടുന്ന കേരളത്തിൽ കോഴിക്കോട് 12 ദിവസം നടന്നു. അതിന്റെ ഫലമെന്തായി? കോഴിക്കോട് മുഴുവനും അതിന്റെ പരിസരങ്ങളിലും മുജാഹിദുകളുടെ പ്രവർത്തനങ്ങൾക്ക് എളുപ്പമായി. 30 പള്ളികളാണ് കോഴിക്കോട് പരിസര പ്രദേശത്ത് ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഉണ്ടായിത്തീർന്നത്. വാദപ്രതിവാദങ്ങളെപ്പറ്റി നമ്മെ വിമർശിക്കുന്ന ആൾക്കാരെന്താന്ന് പറയാ? നമ്മുടെ പ്രബോധനത്തെ പറ്റി അവരെന്താ പറയുക? ശ്മശാന വിപ്ലവം എന്നായിരുന്നു അവർ വിശേഷിപ്പിച്ചിരുന്നത്. എന്താ ശ്മശാന വിപ്ലവം? ഖബർ പൂജയെ പറ്റി പറഞ്ഞതിന് അവര് കൊടുത്ത വ്യാഖ്യാനമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖബർ കെട്ടിപ്പൊക്കി അതിലേക്ക് നേർച്ചകൾ നൽകി അതിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന തിന്മകളെപ്പറ്റി അവർ ബോധവാന്മാരാണെങ്കിലും ഈ ബോധ്യമായ കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടി അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമാണ് കേരളത്തിൽ ഇതിനു വേണ്ടി ഈ രൂപത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ, ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കൽ ഉണ്ടായിത്തീർന്നത്. തൗഹീദ് സംബന്ധിച്ച് വ്യക്തമായ സംവാദങ്ങൾ എത്രയോ നടന്നു. സംവാദങ്ങൾക്ക് വേണ്ടി ഒരു ആമുഖം എഴുതാൻ വേണ്ടി കുണ്ടുതോട് എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും കൂടിയിട്ടാണ് എഴുതിയത്. 62 വിഷയങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥ എഴുതിയതിനു ശേഷമാണ് സത്യത്തിൽ അത് പിരിഞ്ഞത്. ഈ രൂപത്തിലൊക്കെ ദീന് ജനങ്ങളെ പഠിപ്പിക്കാനും അതിലൂടെ അവരെ വളർത്തിയെടുക്കാനും നിരന്തരമായി ശ്രമിക്കുകയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വിശ്വാസപരമായി ജനങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഗുണകരമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ഒരു പ്രവർത്തനങ്ങളാണ് ജമിയത്തുൽ ഉലമ ചെയ്തത് എന്ന് മാത്രമല്ല, പള്ളികളിൽ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു മേന്മയാണത്. നമുക്ക് ഇന്ന് അതൊരു പുതുമയല്ല. പക്ഷേ അത് ആദ്യം നിർവഹിക്കുന്ന അവസ്ഥയെപ്പറ്റിയും അന്ന് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പ്രയാസത്തെപ്പറ്റിയും നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം.
അത് വ്യാപകമായി, അത് പിടിച്ചു വെക്കാൻ പറ്റാത്ത വിധമായി. അതുകൊണ്ട് തന്നെ എമ്പാടും നേട്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായി. ജനങ്ങൾ പഠിക്കുകയും വിദ്യാഭ്യാസപരമായി ഉയർന്നു ചിന്തുകയും ചെയ്തു. എത്രയോ സംവാദങ്ങൾ പല രൂപങ്ങളിൽ ഈ വിഷയത്തിലും നടന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 2-3 വ്യവസ്ഥകൾ ഇന്നലെയും മെനിയാന്നുമായി എഴുതിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഈ തൗഹീദ് ഇങ്ങനെ പറയാൻ, ഈ സുന്നത്തും വിദേഹത്തും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേറെ കുട്ടികളെ ആരാണ് കേരളത്തിൽ മുന്നോട്ട് വന്ന്? ഏതെങ്കിലും ഒരു സംഘടന വന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമല്ലേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന വസ്തുത. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ നമുക്കറിഞ്ഞുകൂടെ നമ്മുടെ കൂടെ മുഖറബുകളായ മലക്കുകളുണ്ട്, ഹഫലത്തുണ്ട്, റെക്കോർഡ് ചെയ്യുന്ന മലക്കുകളുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നമ്മളോടൊപ്പം ഉണ്ടല്ലോ. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ വഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. നീ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക എന്ന ആശയം നമ്മുടെ നാട്ടിലെ ഖുറാഫുകളെ മനസ്സിലാക്കി ഉറപ്പിച്ചൊരു കാര്യമാണ്. ആ ഒരാശയത്തിലേക്ക് എങ്ങനെ അറിയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇടയിൽ 10 തലമുറകളുണ്ടായി. ഈ 10 തലമുറകളും ഏറ്റവും നല്ല ദീനിന്റെ ഉടമകളാണ്, മുസ്ലിഹീകളാണ്, നന്മ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനുശേഷം അക്കാലത്തുണ്ടായിരുന്ന മഹാന്മാരായ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്ന ആൾക്കാരെ ആരാധിക്കുന്നിടത്ത് പിന്നത്തെ സമൂഹം എത്തിച്ചേർന്നു. എങ്ങനെ എത്തിച്ചേർന്നത്? മുൻഗാമികളുടെ അറിവ് നഷ്ടപ്പെടുകയും അവരുടെ പേരിൽ ആദ്യം ബിംബങ്ങൾ ഉണ്ടാക്കുകയും അതവരെ ഓർക്കാൻ വേണ്ടിയാവുകയും അടുത്ത തലമുറ കഴിഞ്ഞപ്പോഴോ ലമ്മാ തനസ്സഖൽ ഇൽമു ഉബിദത്, അറിവ് നഷ്ടപ്പെട്ടപ്പോൾ, ഇന്നലകളിലെ ചരിത്രം അറിയാതെ പോയപ്പോൾ അവയെ ആരാധിക്കപ്പെട്ടു എന്നാണ്. ഇതുപോലെ കാലഹരണപ്പെട്ട് മറഞ്ഞു പോകുന്ന, വേണ്ടെന്ന് വെച്ചിട്ടുള്ള, ജനങ്ങൾക്ക് ബോധമുള്ള ഒരു വിഷയത്തിലേക്ക് പിന്നീട് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച് അവരെ തൗഹീദിൽ നിന്ന് അകറ്റുന്ന പ്രവണതക്ക് തുടക്കം കുറിക്കുന്ന ചില പ്രവണതകളല്ലേ പിന്നീട് ഉണ്ടായിത്തീർന്നത്. എന്തുകൊണ്ടുണ്ടായിത്തീർന്നു? ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജമിയത്തിലും എന്താ ചെയ്യുക അറിയാം? ചർച്ച ക്ഷണിക്കും. പല ജാതി വിഷയങ്ങളെ പറ്റിയും ജമിയത്തിന്റെ കീഴിൽ ചർച്ച നടന്നിട്ടുണ്ട്. തവള തിന്നുന്നതിനെ പറ്റി പോലും കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റ് ആയിരുന്ന സെയ്ദ് മൗലയും ഉമർ മൗലയുമുള്ള കാലത്ത് ശക്തമായ സംവാദം നടന്നിട്ടുണ്ട്. തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ കൊണ്ടുവരും. അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ നാട്ടിൽ ആവശ്യമുള്ള അവയവദാനം, ഇതൊക്കെ അന്ന് ചർച്ച ചെയ്യലൊടുക്കി. ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്തതിന് ശേഷം സമൂഹത്തെ അറിയിക്കുന്നൊരു സമ്പ്രദായമായിരുന്നു ജമിയത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയല്ലോ, ജിന്ന് റുഖിയ ശറയ്യ. ഈ പുസ്തകം സത്യത്തിൽ ജമിയത്ത് അത് എഴുതുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. പ്രയാസങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, ആൾക്കാർ ഒരു തരം വസുവാസിലായി, ശ്രദ്ധ മുഴുവൻ അതിലായി. നോക്കണങ്ങള്, അള്ളാഹുവിന്റെ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഒരു ജനതക്ക് അതായിട്ട് വിട്ടിട്ട് വേറൊരു കാര്യത്തിലേക്ക് അവര് ശ്രദ്ധ തിരിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? എപ്പോഴും പിന്നെ ഇതേ ഉള്ളൂ, എവിടെ നോക്കിയാലും ആ പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ വന്നില്ലേ? പുസ്തകം എഴുതി, കുറേയധികം വിതരണം ചെയ്തു, അതിന്റെ വിശദീകരണങ്ങൾ നാട്ടിൽ നടത്തി, സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതുവരെ ഇത് പറയാതിരുന്നത് കുറ്റകരമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ അവസരമുണ്ടാവുകയും ചെയ്തു. അത് ഒറ്റക്കൊരു മുഹമ്മദ് മദനി കുത്തിക്കുറിച്ചതല്ല, അബ്ദുറഹ്മാൻ സലഫി ബസ്സിന് മുമ്പ് എഴുതിയതൊന്നുമല്ല. അത് വളരെ നീണ്ട ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒന്നുണ്ട്, എന്താ അറിയോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ
പറയത്തക്ക വല്ല അബദ്ധങ്ങളുമുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ പ്രമാണബദ്ധമായി എഴുതി തന്നാൽ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ അങ്ങേയറ്റത്തെ വിനയത്തോടെ അടുത്ത പ്രിന്റിൽ അത് തിരുത്തി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓലപ്പാമ്പുകൾ പല രൂപത്തിലും പാഞ്ഞുകൊണ്ടിരിക്കുക. ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ ചെയ്തുകൂടാത്തത്, ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക്. അതുമൂലം എന്താ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്ത സൽപ്രവർത്തനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഓരോ കാര്യങ്ങളും നൂല് വലിച്ച് നശിക്കുക. മുസ്ലിമീങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും. എന്റെ ഒരു വാക്ക് നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും ഞാൻ അനാവശ്യമായി പറഞ്ഞു പോയാൽ എന്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടും, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്ന അടിസ്ഥാന വിശ്വാസമാണ് മുസ്ലിമീങ്ങളെ വ്യതിരക്തരാക്കുന്നത്. ഈ ബോധമില്ലാതെ പെരുമാറുന്നത് സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഭൗതിക സൗകര്യങ്ങൾ പലതുമുണ്ട്, ആരെയും എന്തും ചെയ്യാം, കളിയാക്കാം, കുറവാക്കാം, ഒക്കെ ചെയ്യാം. അള്ളാഹിന്റെ അടുക്കലും രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ നാം കാണണം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുക എന്ന പ്രവാചകന്മാരുടെ ദൗത്യമാണ് ജംഇയ്യത്തും അതിന്റെ ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മാർഗദർശകമായി നദുവത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതില് അരമണിക്കൂർ അല്ലല്ല, നിങ്ങൾ പറയാ വേറെ തീർന്നത്. അപ്പോ ഞാന് അല്ല, ഇനിയിപ്പോ ഇവിടെ പറയേണ്ടി വരുമല്ലോ, അപ്പൊ പറഞ്ഞാ പോരെ. കാരണം ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇതിൽ വളരെ വിഷമം തോന്നിയ അനുഭവങ്ങളാണ് സത്യത്തിൽ ഉണ്ടായിത്തീർന്നത്. അത് നമ്മുടെ ശ്രദ്ധ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കപ്പെടുക എന്ന് പറഞ്ഞാല് തൗഹീദ് പറയുന്ന ഒരു ജനതയും സത്യത്തിൽ നമ്മുടെ നാട്ടിലൊന്നുമില്ല. കേരളത്തിൽ ഖുറാഫികളേറെ അത് കേട്ട് മനസ്സിലാക്കിയതുണ്ട്, ഓൽക്ക് പ്രയാസമല്ല. മറ്റ് കേരളമല്ലാത്ത സ്റ്റേറ്റുകളിൽ എന്താ അന്നത്തെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഇത് കേരളത്തിൽ മാത്രം ഇതുമായിട്ട് ഇരുന്നാൽ പോരാ, നമുക്ക് നാടായ നാട്ടിലൊക്കെ ഈ വസ്തുതകൾ ജനങ്ങളെ അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്, പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ പുലർത്തി അതിൽ പ്രവർത്തന നിരതരായി അതിൽ മരിക്കണം എന്നാണ് ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടൊരു വഴിയാണത്. അള്ളാഹു തആല ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണത്. നബിമാരിനി ഇവിടെ വരൂല, നമ്മൾ മനസ്സിലാക്കണല്ലോ. കാനത്ത് ബനു ഇസ്രാഈല തസൂസുഹുമുൽ അംബിയാഉ കുല്ലമ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ വലാകിൻ ലാ നബിയ്യ ബഅദി എന്നാണ് ആ ഹദീസ് എന്ന് എൻ്റെ ഓർമ്മ. ഇസ്രായേൽ സന്തതികൾക്ക് നേതൃത്വം നൽകിയത്, അവരെ നയിച്ചിരുന്നത്, അവർക്ക് പ്രബോധനം നൽകിയിരുന്നത് നബിമാരാണ്. ഒരു നബി വഫാത്താകുമ്പോൾ അള്ളാഹു തആല സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയോഗിക്കും. എനിക്ക് ശേഷം ആ ആള് വരൂല, നബി വരൂല എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത്, അതാണ് ജമിയത്ത് ഏറ്റെടുത്ത്, അതിനാണ് സംഘടനയായി നിലകൊള്ളുന്നത്. സംഘടനയായി നിലകൊണ്ടാൽ എന്തുണ്ടാവുള്ളൂ എന്നറിയും, ശക്തമായി നാനാഭാഗങ്ങളിലേക്കും അത് വീശിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനൊരു സംഘടനക്ക് ഒരു അമീർ ഉണ്ടായി, പ്രസിഡന്റ് ഉണ്ടായി എന്നുള്ളത് ഇസ്ലാമെന്ന് പുറത്താവൂല. അതുപോലെ തന്നെ അതിന്റെ കാര്യദർശികൾ ആരുമാവുന്നതും പുറത്താവുകയില്ല. ലോകത്ത് മുഴുവനുമുള്ള സലഫികളുടെ ഇടയിൽ നാടായ നാട്ടിലൊക്കെ എമ്പാടും സംഘടനകളുണ്ട്. ഇഹ്യാഉ തുറാസിൽ ഇസ്ലാം അതിൽപ്പെട്ടതാണ്, ദാറുൽ ബിർ അതിൽപ്പെട്ടതാണ്, അതുപോലെ മുഹമ്മദ് സുന്നിയ്യ, അങ്ങനെ പലജാതി പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ ലോകത്തുടനീളമുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാൾ അധികം അത് എഴുതാൻ കഴിയും. അതൊക്കെ വിദഅത്തും തെറ്റും കുറ്റവുമാണ് എന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സാഹചര്യത്തെ നാം ഓർക്കണം. നമ്മൾ ഏത് നാട്ടിലാണെന്ന് ഓർക്കണം. ഇവിടെ ഈ നാട്ടില് ബഹുമാന്യ അല്ലാഹു തആല അനുഗ്രഹിച്ച നാടാണ്. ഇവിടെ ദഅവത്ത് നടത്താൻ, അതിന് പണം കൊടുക്കാൻ, വാഹനം ഓടാൻ, കിതാബ് രചിക്കാൻ, മുസഹഫ് പ്രിന്റ് ചെയ്യാൻ എല്ലാത്തിനും സഹായികളുണ്ട്, ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇവിടെയുണ്ട്. നമ്മളെ നാട്ടിൽ ഇത് ഏതാണുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ രൂപം. അങ്ങനെ ഓരോന്നും ഇഞ്ചിഞ്ചായി തീയിൽ നിന്ന് മുളച്ച് ആ വിയർപ്പിന്റെ നാറ്റമറിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി തീർത്ത പ്രസ്ഥാനം അത്. അപ്പൊ ഇവിടെ ആ സൗകര്യങ്ങൾക്കൊപ്പം നിന്നു കൊടുത്താൽ മതി. അവര് നമുക്ക് ശമ്പളം നൽകും, നമുക്ക് വാഹനം നൽകും, നല്ല രംഗ വേണ്ടത് തന്നെയാണ്. നാട്ടിൽ വാഹനമല്ല,
ശമ്പളമല്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ, കേരള ജമിയത്തുൽ ഉലമ എന്നീ 2 സംഘടനകളാ സലഫികൾ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു 1000 ഉറുപ്പിക ശമ്പളമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും തെളിയിച്ചു തരും? 1000 ഉറുപ്പിക ശമ്പളമുണ്ട് എന്ന്? ഇല്ല കുട്ടികളെ, ഇല്ല. ഇത് അവനോ നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ ഇവിടെ പണിയെടുക്കണത്? കുട്ടികളൊക്കെ പോറ്റാങ്ങൾ നയിക്കും. പിന്നെ നിങ്ങൾ ഉച്ചക്കേശം വരിക അവിടെ ഖുർആൻ ക്ലാസ് എടുക്കാൻ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിന് പോവുക. ഇത് തന്നെ നാട്ടിലെ പണിയും. ഈ നാട്ടിലെ പണി അതെടുത്തിട്ടാണ് ഈ പ്രസ്ഥാനം നടത്തിയത്. അത് മറന്നു പോകരുത്. അങ്ങനെ അത് വളരണം, അത് തളരരുത്, അതിനിടങ്കോലിട്ട് പോകരുത് നമ്മുടെ ചിന്തയിൽ. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അന്ന് ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തുൽ ഹദീദിൽ, ലാ യസ്തവി മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതൽ. ഫത്ഹിന് മുമ്പ്, മക്കം ഫത്ഹിന് മുമ്പ് വിശ്വസിക്കുക, ധനം വ്യയം ചെയ്യുക, യുദ്ധം ചെയ്യുക, അതും ഫത്ഹിന് ശേഷം അതൊക്കെ ചെയ്താലും രണ്ടും പുണ്യ, പക്ഷേ സമമല്ല. അപ്പൊ കഴിഞ്ഞ കാല അധ്വാനങ്ങൾ വളരെ വിലയുള്ളതും അങ്ങേയറ്റം കഷ്ടപ്പെട്ടുണ്ടായതുമാണ്. അതിന്റെ ആനുകൂല്യം പറ്റുന്ന നമുക്ക് അതിന്റെ വിലയെപ്പറ്റി ബോധ്യമാകാതിരുന്നുകൂടാ. AP പറയാറുണ്ട് ഒരു ഉദാഹരണം. എന്താണത്? അധ്വാനത്തിന്റെ വിലയറിയാത്തവന് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന്. അത് ശരിയാ. അതിന് AP വളരെ സരസമായ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ മഹനീയ സദസ്സിൽ അതിന്റെ സമയം കളിയല്ല. ഒരു വാപ്പ മോനോട്, 12-13 വയസ്സായ ഒരു മോനോട്, കളിച്ച് നടക്കുന്ന മോനോട് ഒരു ദിവസം പറയാ, ചോറിന്ന് ഓൻ കളിക്കാൻ അങ്ങനെ പോകടാ, ഈടാ ഓടുന്നു, ഇവിടെ വാ. എങ്ങട്ടാ പോണ്? കളിക്കാൻ പോവുക. ആ, കളിയൊന്നും തിരക്കില്ല. നാളെ എനിക്ക് ഇവിടുത്തെ ചോറിട്ടണേ 4 അണ കൊണ്ടുവരണം. ബാപ്പ പറഞ്ഞോലെ ആ കുട്ടി അന്ന് ഉറങ്ങിയിട്ടില്ല എന്നമ്മ പറഞ്ഞു. പക്ഷെ ഉമ്മ ആശ്വസിപ്പിച്ചു. ബാപ്പ രാവിലെ വന്നപ്പോ ഉച്ചക്ക് വന്ന് ചോറിന്നിരിക്കുമ്പോ 4 അണ ഉമ്മ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് ഇവനെ ബാപ്പ കൊണ്ടുകൊടുത്ത്. ബാപ്പ അത് അൾമാറട്ടി ഒരു കിണറുണ്ട് മുന്നിൽ, അതിലൊരു ഏറ് കൊടുത്ത്. ഓനവൻ നോക്കിയാൽ അവൻ കളിക്കാൻ പോയി. അതങ്ങനെ തുടരും. ഒരു മാസമായി ഉമ്മന്റെ കായ് തീർന്ന്. അപ്പൊ പറഞ്ഞു, മോനെ നാളെ ഈ നേരത്തെ പോയിക്കൊള്ളുണ്ടി, എന്തെങ്കിലും ഒരു പണിയെടുത്തോ, ഉറുപ്പി കൊണ്ടുവരണം 4 അണ. കഷ്ടപ്പെട്ട് കുട്ടി പോയി കൊണ്ടുവന്നു. വിറക്കുന്ന കൈകളോടെ വാപ്പ അങ്ങനെ ഇരിക്കും കൊണ്ടുകൊടുത്തു. അപ്പൊ അത് വാങ്ങിയിട്ട് ഇങ്ങനെ കിണറ്റിൽ കയറിയുമ്പോ ആ കുട്ടി പറയാ, ഉപ്പ ആ കായ് എറിയരുത് ഉപ്പ. എന്താടാ നന്നായിട്ട് എറിയരുത് എന്ന്? ഒരു മാസമായില്ല ഈ പൈസ എറിഞ്ഞ്? അതൊക്കെ എറിഞ്ഞില്ലേ? അതൊക്കെ ഉമ്മ തന്നതേ. ഇതോ ഞാൻ എപ്പോ പോയിന്നറിയോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതപ്പാ. നമ്മളെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു മൊബൈലും ഒരു ബൈക്കും വേണ്ട ഒത്താശകളും ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ ചൂട്, ഇവിടുത്തെ അധ്വാനത്തിന്റെ വില, ഇവിടുത്തെ ഓരോ അടിമപ്പണിയോടും കിട്ടുന്ന അധ്വാനം, അതാ മോനേത് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന പോലെ ഈ മോന് മനസ്സിലായി. പിതാവ് അവൻ ആശ്ലേഷിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നമ്മളെ സ്വത്താണ്, ഇതൊക്കെ നമ്മുടേതാ. ഈ അധ്വാനം ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ഈ അധ്വാനം നീ തുടർന്നാലേ ഇത് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടികളെ, ഇതാണ് സെയ്ദ് മൗലവിയുടെ നെഞ്ചിൽ നിന്ന് ഓലപ്പടക്കം പൊട്ടി അല്ലേ? തൗഹീദ് പറഞ്ഞിട്ടല്ലേ? പൊട്ടിയില്ലേ? അങ്ങനെ KM മൗലവിക്ക് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ഒരു ചായ കിട്ടിയില്ല. KP മുഹമ്മദ് മൗലവി കൂടെ പോവുകയാണ് റഹിമഹുമുല്ലാ. തിരിഞ്ഞു നിന്ന് കുറെ നേരം പോയപ്പോൾ KM മൗലവിനോട് KP ചോദിച്ചു, മൗലവി നമുക്ക് ഈ മക്കാനിയിലേടോ കയറിയിട്ട് ഒരു ചായ കുടിച്ചാലെന്താ നിങ്ങളെ അഭിപ്രായം? അപ്പോ KM മൗലവി കൊട കുത്തിപ്പിടിച്ച് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്ക, അല്ല മുഹമ്മദേ, എനിക്കറിയില്ലേ തയ്യിൽ മമ്മൂട്ടിക്ക് ഇവിടുത്തെ ഒന്നും ഒരു ചായ കിട്ടൂലെന്ന്? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന KM മൗലവിക്ക് സ്വന്തം നാട്ടിലെ മക്കാനിയിൽ നിന്ന് ഒരു ചായ കിട്ടുകയില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം വളർന്നു. അപ്പൊ അധ്വാനം നിങ്ങൾക്ക് മനസ്സിലായോ? ആ അധ്വാനത്തിലൂടെ വളർത്തിയതാണ് ഇസ്ലാഹി പ്രസ്ഥാനവും അതിന്റെ ആശയങ്ങളും കലിമത്ത് തൗഹീദിന്റെ ഉയർച്ചയും എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ട്. ഇവിടെ ചർച്ച വരില്ലോ. ഒരു ദുർബലമായ ഒരു ഹദീസ് കൊണ്ടുവന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഇടയിൽ ചർച്ചയാക്കേണ്ട വല്ല കാര്യവും നമുക്കുണ്ടായിരുന്നു. ഈ ഹദീസ് മുൻഗാമികൾ കണ്ടിട്ടില്ലേ?
നമ്മളെ നാട്ടിലൊന്നുള്ള പണ്ഡിതന്മാരൊന്നും ഹദീസ് കണ്ടിട്ടില്ലേ? യാ ഇബാദല്ലാഹ് അഈനൂനി, ഇതിമന്നല്ലേ ഈ ഫിത്തനൊക്കെ ഉണ്ടായത്? ആരെ കുട്ടികളെ ഫിത്തന ഉണ്ടാക്കിയത്? ഇപ്പോഴെങ്കിലും കണ്ണ് തുറക്കണ്ടേ നാം? ഞാൻ അധികരിപ്പിക്കുന്നില്ല, എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷവും പിന്നെ ചർച്ചകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയം തീർക്കുന്നുണ്ട്. ഇത് സംശയം തീർക്കലും നമുക്ക് ഒന്നായി പോവുകയും ചെയ്യാനും നമ്മൾ തമ്മിലുള്ള അങ്ങനെ ഒരു ക്ലാഷ് ആവുന്ന ഒരു കാര്യത്തിനല്ല. സംശയം സ്വന്തം തീർക്കുക, ഇതൊക്കെ വളരെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരാണ്, സദസ്സാണ്, നേതൃത്വമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സജീവരാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു അധ്വാനത്തിന്റെ വില മനസ്സിലാക്കാതെ റസൂലുള്ളാഹിനോട് വരില്ലേ, റസൂലുള്ള ഒരാളെ അയച്ചിട്ട് അയാളെ ദൗത്യം നിർവഹിച്ചപ്പോൾ അയാളെ വാക്കെന്തായിരുന്നു? ഹദീസിൽ പറഞ്ഞ് വുസ്തു വറബ്ബിൽ കഅബ. അതെ, കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു, പഠിച്ചവനെ ഞാൻ കൊല്ലപ്പെടാം, എന്നാൽ എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു. അതെ, അള്ളാഹുവിന്റെ തൗഹീദ് നമ്മുടെ കൈവളേൽപ്പിച്ചു. ആ ദൗത്യം നാം നിർവഹിച്ചോ എന്ന സംതൃപ്തിയോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയും ചെയ്യണം. റഹ്മാനായ റബ്ബ് തൗഹീദിന് വേണ്ടി നിലകൊണ്ട് അതിനു വേണ്ടി അധ്വാനിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അതിൽ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.